രാത്രിയിൽ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോഴാണ് ഇന്നത്തെ ഫുഡ് പുറത്തുനിന്ന് അറിഞ്ഞത്. അപ്പോൾ ഒന്നും നോക്കില്ല, എല്ലാവരും കൂടെ കൂടി പുറത്ത് പോയി റെസ്റ്റോറൻറ്റിലെത്തി കയ്യോ കഴുകി എല്ലാവരും ഇങ്ങനെ ടേബിളിൽ ഇങ്ങനെ റെഡി ആയിരിക്കുകയാണ്. അപ്പോഴേക്കും മിനുബുക്കുമായി നമ്മളെ സപ്ലയർ എത്തി. അക്കുവിൻ്റെയും മിജുവിൻ്റെയും അന്തിമ തീരുമാനത്തിൽ ഒരു ഫുഡ് സെലക്ഷൻ തുടങ്ങി. അവസാനം സെലക്ഷൻ കഴിഞ്ഞു. ദമ്മ് പൊറോട്ടയും അതുപോലെ തന്നെ മട്ടൻ ബിരിയാണി എടുക്കാൻ തീരുമാനിച്ചു. അപ്പോൾ സാദിഖിന് ചെറിയ സംശയം, ഫുഡ് മാറ്റണമെന്നുള്ളത്. സാദിഖ് ഒന്ന് സെർച്ച് ചെയ്ത് ഹുസൈൻ SLC പരീക്ഷക്കടക്കം മരുന്നോട്ടം നോക്കിയിട്ടുണ്ടാവില്ല ബുക്ക്. അപ്പോഴേക്കും സപ്ലയർ ചെറിയ ജ്യൂസുമായി വന്നു. തൽക്കാലം പിടിച്ച് നിൽക്കാനുള്ള ജ്യൂസും സലാഡും കൊണ്ടുവന്ന് തന്നു. അതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നിടയിൽ അപ്പോഴേക്കും അടുത്ത സപ്ലയർ വന്നിട്ട് പ്ലേറ്റും കാര്യങ്ങളൊക്കെ നിരത്താൻ തുടങ്ങി. സപ്ലയറെ സഹായിക്കാൻ നമ്മളെ അൻസിഫ് കൂടെ ഉണ്ടായിരുന്നു സജീവമായിട്ട്. നമ്മൾ സാദിഖ് ഇപ്പോഴും കുട്ടികളി മാറ്റിയില്ല. അപ്പോഴേക്കും അടുത്ത സപ്ലയർ ദമ്മ് പൊറോട്ടയുമായി കടന്നു വന്നു. ഓർഡർ ചെയ്ത എല്ലാ ദമ്മ് പൊറോട്ടയും കൊണ്ടുവന്ന് വെച്ചു. അതിനിടയിൽ മട്ടൻ ബിരിയാണി ഓർഡർ ചെയ്തിരുന്നു. അപ്പോഴേക്കും മട്ടൻ ബിരിയാണിയുമായി സപ്ലയർ കടന്നു വന്നു. സപ്ലയറെ സഹായിക്കാൻ എല്ലാവരും സജീവമായി മുൻനിരയിലുണ്ടായിരുന്നു. സപ്ലയറെല്ലാം നിരത്തി കഴിഞ്ഞ് തിരിഞ്ഞപ്പോഴേക്കും സാദിഖും അക്കൊക്കെ മട്ടൻ ബിരിയാണിയിൽ കഴുന്നടിച്ച് വീണു. അടി തുടങ്ങി. അപ്പോഴേക്കും നമ്മൾ ഓർഡർ ചെയ്തിരുന്ന ബീഫ് ചില്ലി എത്തിയിരുന്നു. ഒന്നും പറയാനില്ല, സംഭവമൊക്കെ ടോപ്പ് ഭക്ഷണമാണ്. ദമ്മ് പൊറോട്ട ദമ്മ് പൊട്ടിച്ചു. ഹുസൈന് സ്പെഷ്യലായിട്ട് ദമ്മ് പൊറോട്ട അടിച്ചായിരുന്നു. 3 ലെയറിലായിട്ടാണ് ദമ്മ് പൊറോട്ട ഇട്ടിട്ടുള്ളത്. മുകളിൽ മുട്ട റോസ്റ്റ്, താഴെ ബീഫ്, അതിൻ്റെ അടിയിൽ ചിക്കൻ, അങ്ങനെ 3 ലെയറിലായിട്ട് പൊറോട്ട വെച്ചിരുന്നു. എനിക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടായപ്പോൾ ഞാൻ നേരെ പ്ലേറ്റിലേക്ക് എടുത്ത് വെച്ചു, ഇല അടക്കം വായലടക്കം. എന്നാലും 3 ലെയർ ചെക്ക് ചെയ്തു. അതിനുള്ള അപ്പോഴേക്കും ഹുസൈന് ചട്ടിയിൽ വെച്ച് അടി തുടങ്ങിയിരുന്നു. പഴയ ഒരു ശൈലി കിട്ടിയെന്ന് പറഞ്ഞു. പഴയ കാലത്തെ ഒരു ഓർമ്മ മനസ്സിൽ കടന്നു വന്നതാണ് ഹുസൈനും സാദിഖും അനുഭവങ്ങൾ പറഞ്ഞത്. അവർക്ക് രണ്ടുപേർക്ക് മാത്രമല്ല എല്ലാവർക്കും വല്ലാത്ത അനുഭൂതിയായിരുന്നു. ഫുഡിന് ടേസ്റ്റ് കൊണ്ട് തന്നെ ഹുസൈന് ഇല അടക്കം തുടച്ചു. വല്ലാത്ത ടേസ്റ്റായിരുന്നു അറിയാൻ കഴിഞ്ഞു. അങ്ങനെ അവിടുന്ന് എല്ലാവർക്കും ഓർഡർ ചെയ്ത സമാവർ ചായയും ജ്യൂസും അപ്പോഴത്തിനും എത്തിച്ചു കൊടുത്തു. അതെല്ലാവർക്കും വിതരണം ചെയ്തു. അതിനുള്ള സ്പെഷ്യലായിട്ട് ഒരു ജ്യൂസ് അടിച്ചിരുന്നു. അത് സാദിഖും അതുപോലെ തന്നെ അൻസിഫും കൂടി ടേസ്റ്റ് ചെയ്തു. എന്നിട്ട് അത് കൈമാറി. അതിനിടെ ഞാൻ എൻ്റെ സമാവർ ചായ കുടിക്കാൻ മറന്നിരുന്നു. അത് ഞാനെടുത്ത് കുടി തുടങ്ങി. അങ്ങനെ ഞങ്ങളെല്ലാവരും അവിടെ നിന്ന് കൈ കഴുകി പിരിഞ്ഞു. അങ്ങനെ കുറച്ച് നടന്ന് അളന്നപ്പോഴാണ് ഉപ്പിലിട്ടത് കണ്ടത്. അപ്പോൾ അക്കുവിന് ഉപ്പിലിട്ടത് കഴിച്ചേ പറ്റൂ. നെല്ലിക്കയും അതുപോലെ തന്നെ പൈനാപ്പിളും മസാല അടിച്ച് കഴിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അവരെല്ലാവരും അത് ഓരോ പീസ് എടുത്ത് കഴിച്ചു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി അവിടെ നിന്ന് ഇറങ്ങി. രാത്രിയിലത്തെ ഫുഡ് വളരെ റാത്തായിരുന്നു.